ഹായ് ഓൾ, ഇന്ന് നമ്മൾ റിയൽ നമ്പേഴ്സ് പറഞ്ഞ ചാപ്റ്റർ ആണ് നോക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് ആണ് പഠിക്കാനുള്ളത്. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഫാക്ടർ ട്രീ എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, 32760 പറഞ്ഞ നമ്പർ ആണെന്ന് വിചാരിച്ചോളൂ. നമുക്ക് ഇതിന്റെ ഫാക്ടർ ട്രീ ആണ് കാണേണ്ടതെന്ന് വിചാരിച്ചാൽ അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 32760നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ആവുമെന്ന് നോക്കാം. 2 കൊണ്ട് 32760 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. ആവുകയാണെങ്കിൽ നമുക്ക് അത് ഒരു ഫാക്ടർ ആണെന്ന് പറയാം. അപ്പൊ 2 ഫാക്ടർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഇങ്ങോട്ട് 2 എഴുതും. ഇവിടെ എന്താ ബാക്കി വന്ന വാല്യൂ 16380. ഇനി 16380നെ ഒന്നും കൂടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 16380 ഡിവൈഡഡ് ബൈ 2, 16380 ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 8190 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ 16380ന്റെ ഒരു ഫാക്ടർ ആണ് 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ വീണ്ടും എഴുതാം. സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 8190 എന്ന് എഴുതാം. 8190നെ ഒന്നും കൂടി ഫാക്ടറൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 4095 ആണ് നമുക്ക് ഫാക്ടർ ആയിട്ട് കിട്ടുക. അപ്പൊ നമ്മൾ എന്ത് എഴുതും, ഇവിടെ 2 എഴുതും, ഇവിടെ 4095 എഴുതും. ഇനി ഇത് 2 കൊണ്ട് ഡിവൈഡ് ആവില്ല, നമുക്ക് റിമൈൻഡർ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും ഫാക്ടർ വെച്ചിട്ട് ഡിവൈഡ് ആവുമെന്ന് നോക്കുക ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് കിട്ടില്ലെങ്കിൽ നമുക്ക് 3 എടുത്തു നോക്കാം. 3 കൊണ്ട് ഡിവൈഡ് ആവുമെന്ന്. 4095 ഡിവൈഡഡ് ബൈ 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1365. അപ്പം 3 ഫാക്ടർ ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് എഴുതും, ഇവിടെ 3 ഫാക്ടർ ആണ്, ഇവിടെ 1365. 1365നെ നമുക്ക് ഒന്നുകൂടി ഡിവൈഡ് ചെയ്ത് നോക്കാം. വീണ്ടും എന്താ 5 ആണ് അവസാനം വന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 2 ഫാക്ടർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒന്നുകൂടി 3 കൊണ്ട് തന്നെ ചെയ്ത് നോക്കാം, കിട്ടുമോ നോക്കാം. 1365 ഡിവൈഡഡ് ബൈ 3. നമുക്ക് എന്ത് കിട്ടും, 455 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 3 ഫാക്ടർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. 455. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 455നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 5 കൊണ്ട് കിട്ടുമോ നോക്കാം. 455 ബൈ 5 എത്രയാ, ആദ്യം നമുക്ക് 9 45 വീണ്ടും 5 അപ്പോൾ 1 91 വരും. 5 91. 91ന്റെ ഫാക്ടർ ആയിട്ട് 2 വരുമോ? ഇല്ല. 91ന്റെ ഫാക്ടർ ആയിട്ട് 3 വരുമോ? ഇല്ല. 90 ആയിരുന്നെങ്കിൽ 3 വരുമായിരുന്നു. 91 ആയതുകൊണ്ട് 3 വരില്ല. 4 വരുമോ? 4 വരില്ല. 5 വരുമോ? 5ഉം വരില്ല. 6 വരുമോ? 6 വരില്ല. 90 ആയിരുന്നെങ്കിൽ 6 വരുമായിരുന്നു. 91 ആയതുകൊണ്ട് 6ഉം വരില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 7 ഒന്ന് ചെയ്ത് നോക്കാം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാവൂന്ന് നോക്കാം. 91 ഡിവൈഡഡ് ബൈ 7. 1 7 7 21. അപ്പൊ നമുക്ക് 13 കിട്ടും. അപ്പൊ ഇവിടെ എന്താ 7ഉം ഇവിടെ 13ഉം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടി. ഇതിനെയാണ് നമ്മൾ ഫാക്ടർ ട്രീ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യും, ആദ്യത്തെ നമ്പർ എഴുതും, ആദ്യത്തെ ഫാക്ടർ ഇവിടേക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. അങ്ങനെ അങ്ങനെ ഒരു നമ്പർ തന്നിട്ട് നമ്മൾ എത്രത്തോളം ഫാക്ടേഴ്സ് ഉണ്ടോ അത്രത്തോളം ഫാക്ടേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫാക്ടർ ട്രീ എന്ന് പറയുന്നത്. എന്ത്, ഫാക്ടർ ട്രീ. ഓക്കെ, ഇനി നമുക്ക് ഈ നമ്പർ കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ നമ്പർ കിട്ടണമെങ്കിൽ നമുക്ക് 32760 ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, ആ ഫാക്ടേഴ്സ് ഓരോന്നിനെയും എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ നമ്പർ കിട്ടും, ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 2 × 2 × 3 2 ഉണ്ട്. അപ്പൊ പിന്നെന്താ 2 3 ഉണ്ട്. 3 × 3 × 5 ഉണ്ട്. 5 × 7 × 13. ഇതാണ് നമ്മളുടെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള വേർഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 2 × 2 × 2. അപ്പം എന്താണ്, 2⁵ ആണ്.
3 into 3 അപ്പോൾ എന്താ 3 raised to 2. പിന്നെന്താ 5 ഉണ്ട്, 7 ഉണ്ട്, 13 ഉണ്ട്. ഇതാണ് നമ്മളുടെ ഉത്തരം വരിക. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു കോമ്പോസിറ്റ് നമ്പർ ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. ഒരു കോമ്പോസിറ്റ് നമ്പർ ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ ഒരു കോമ്പോസിറ്റ് നമ്പറിനെ എഴുതുന്നതാണ് പറയുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കും പ്രൈം നമ്പർ എന്താണ്? പ്രൈം നമ്പർ എന്താണെന്ന് നമുക്ക് കണ്ടെത്തണം. ടു ചെക്ക് വെദർ എ ഗിവൺ നമ്പർ ഈസ് പ്രൈം ഓർ നോട്ട്. ഒരു തന്നിരിക്കുന്ന നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു മെത്തേഡ് ഉണ്ട്. ആദ്യത്തെ മെത്തേഡ് എന്താ? മെത്തേഡ് 1. എന്ത് ചെയ്യും? ആദ്യം നമുക്ക് ഫൈൻഡ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് ദ ഗിവൺ നമ്പർ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? തന്നിരിക്കുന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് ഒക്കെ കണ്ടെത്തും. എത്രത്തോളം ഫാക്ടേഴ്സ് ഉണ്ടോ അത്രത്തോളം ഫാക്ടേഴ്സ് ഒക്കെ കണ്ടെത്തും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? രണ്ടാമത്തെ സ്റ്റെപ്പ് കൗണ്ട് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൗണ്ട് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ എണ്ണും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഇഫ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഈസ് exactly 2, then the given number is prime. If the number of factors is exactly 2, then the given number is prime. എന്താ പറയുന്നത്? ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം എക്സാക്ട്ലി 2 ആണെങ്കിൽ അത് ഒരു പ്രൈം നമ്പർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു നമ്പർ എടുത്ത് നോക്കാം. സേ 5 ആണ്. നമുക്കറിയാം 5 ഒരു പ്രൈം നമ്പർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ 5ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാ? 1ഉം 5ഉം. വേറൊരു നമ്പറും 5ന്റെ ഫാക്ടേഴ്സ് അല്ല എന്ന് നമുക്കറിയാം. 1 5 ആണെങ്കിൽ 2 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അതാണ് പറഞ്ഞത്. If the number of factors is exactly 2, then the given number is prime. അപ്പൊ നമുക്ക് 5 പ്രൈം ആണെന്ന് പറയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? 6 എടുത്ത് നോക്കാം. 6 എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് വരും? 1ഉം 6ഉം വരും. പിന്നെന്ത് വരും? 2 into 3 and 6 ആ. അപ്പൊ 2 3 വരും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ 4 ഫാക്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ 6 എന്താണ്? പ്രൈം നമ്പർ അല്ല, നോട്ട് പ്രൈം. അതായത് 6 is a composite number. ഓക്കെ, ഇതിപ്പോ ഒരു മെത്തേഡാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. രണ്ടാമത്തെ മെത്തേഡിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഈസ് ലെസ് than 1. അപ്പൊ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഈസ് ലെസ് ദാൻ 1. ആ നമ്പർ ഒന്നിനെക്കാട്ടും താഴെയാണോ എന്ന് നോക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലൂപ്പ് ത്രൂ ഓൾ ദ നമ്പേഴ്സ് ഫ്രം 2 to the square root of that number. എന്താ പറയുന്നത്? ആ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് വരെ 2 മുതൽ ലൂപ്പ് ചെയ്യാനാണ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഇഫ് ദ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ എനി ഓഫ് ദീസ് നമ്പേഴ്സ് ഇറ്റ് ഈസ് നോട്ട് പ്രൈം. 2 മുതൽ സ്ക്വയർ റൂട്ട് ഓഫ് ആ നമ്പർ വരെ നമ്മൾ ലൂപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് നമ്മളുടെ തന്നിരിക്കുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ നമ്പർ പ്രൈം അല്ല എന്ന് പറയും. ഇറ്റ് ഈസ് നോട്ട് പ്രൈം എന്ന് നമ്മൾ പറയും. ഇനി നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്താണെന്ന് നോക്കാം. Every composite number can be expressed as a product of primes, and this factorization is unique apart from the order in which the prime factors occur. എന്താ പറയുന്നത്? ഒരു കോമ്പോസിറ്റ് നമ്പർ നമുക്ക് പ്രൈംസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് എന്തുകൂടിയാണ്? അത് യുണീക്ക് ആയിട്ടാണ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക. അപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഒക്കെ. പ്രൈം ഫാക്ടേഴ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതാം, പക്ഷേ പ്രൈം ഫാക്ടേഴ്സിന്റെ എണ്ണമൊക്കെ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്.
അത് യുണീക്ക് ആയിരിക്കും. ഒരു കോമ്പോസിറ്റ് നമ്പറിന് ഒരു സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത കോമ്പോസിറ്റ് നമ്പർ തന്നെ എടുത്തു നോക്കാം. ഇതാണ് നമ്മളുടെ കോമ്പോസിറ്റ് നമ്പർ. ഇതിൽ നമുക്ക് ഇത്രയും പ്രൈം ഫാക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? 2⁵ ഇൻറ്റു 3⁵2 ഇൻറ്റു 5 ഇൻറ്റു 7 ഇൻറ്റു 13 എന്ന് എഴുതാം. ഓക്കെ, അല്ലെ നമുക്ക് എന്ത് എഴുതാം? 2⁵3 ഇൻറ്റു 7 ഇൻറ്റു 5 ഇൻറ്റു 3⁵2 ഇൻറ്റു 13 എന്ന് എഴുതാം. നമ്മൾ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്തു, അതാണ് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഓക്കർ, ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാം. പക്ഷെ എന്താ പറയുന്നത്? ഓരോ കോമ്പോസിറ്റ് നമ്പറിനും ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതിന്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് എഴുതാമെന്നാണ് പറയുന്നത്. നമ്മൾ അടുത്ത ടോപ്പിക് എന്താ? ആപ്ലിക്കേഷൻസ് ഓഫ് ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കിന്റെ അപ്ലിക്കേഷൻസ് ആണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് ആദ്യത്തെ അപ്ലിക്കേഷൻ എന്താ നോക്കാം. First, we use it to prove the irrationality of many of the numbers such as √2, √3, √5, etc. എന്താ പറയുന്നത്? നമ്മൾ ആദ്യം ഇതിന്റെ ഇറാഷണാലിറ്റി, നമുക്ക് √2, √3, √5 ഒക്കെ ഇറാഷണൽ ആണെന്ന് നമുക്കറിയാം. അതിന്റെ ഇറാഷണാലിറ്റി പ്രൂവ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് യൂസ് ചെയ്യുന്നത്. രണ്ടാമത് എന്താ പറയുന്നത്? രണ്ടാമത് we apply this theorem to explore when exactly the decimal expansion of a rational number, say p by q not equal to 0, is terminating and when it is non-terminating, repeating. രണ്ടാമത് എന്താ പറയുന്നത്? ഒരു റാഷണൽ നമ്പറിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റിങ്ങോ അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിങ്ങോ ആവുന്നത് എപ്പോഴാണെന്ന് കണ്ടെത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ നമ്പർ 4⁵n where n is a natural number. Check whether there is any value of n for which 4⁵n ends with the digit 0. എന്താ പറയുന്നത്? നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? 4⁵n-ന് 0 വെച്ച് എൻഡ് ചെയ്യുന്ന ഏതെങ്കിലും വാല്യൂ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പറയുന്നത്. 4⁵ൽ 0 വരുന്ന ഏതെങ്കിലും വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം ഉത്തരമായിട്ട്? If 4⁵n ends with the digit 0, then it should be divisible by 5. 4⁵n 0 ആയിട്ട് എൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് അറിയാം? അത് ഡിവിസിബിൾ ബൈ 5 ആയിരിക്കണം എന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 4⁵n equal to 2 into n. അതായത് 2⁵2n ആണ് 4⁵n എന്ന് നമുക്ക് പറയാം. അപ്പൊ എന്താ? implies the only prime in 4⁵n is 2. എന്താണ് പറയുന്നത്? ഇതിൽ ഒറ്റ പ്രൈം നമ്പർ മാത്രമേ ഉള്ളൂ, 2 ആണ് ആ പ്രൈം നമ്പർ. അപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്താ പറയുന്നത്? ഒരു കോമ്പോസിറ്റ് നമ്പറിന് ഒരു യുണീക്ക് എന്താ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസേ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഫ്രം ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് arithmetic, it is guaranteed. എന്താണ് ഗ്യാരണ്ടി ചെയ്യുന്നത്? guarantee that there are no other factors in the expansion 4⁵n. 4⁵ വേറെ ഒരു പ്രൈം ഫാക്ടേഴ്സും ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്ന്? കാരണം അത് യുണീക്ക് ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സോ there is no natural number for which 4⁵n ends with the digit 0. നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് മുകളിൽ എഴുതി വെക്കാം. കാരണം എന്താ? ഇത് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്കുമായിട്ട് റിലേറ്റഡ് ആണ്. എന്നിട്ട് നമ്മൾ ഇത്രയും എഴുതി വെച്ചാൽ മതിയാവും, നമുക്ക് പ്രോബ്ലം സോൾവ് ആയെന്ന് പറയാം. ഇനി നമുക്ക് HCF ആൻഡ് LCM എന്താണെന്ന് നോക്കാം.
അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, HCF എന്താണെന്ന് നോക്കാം. പ്രോഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവേഴ്സ് ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ ഇൻ ദ നമ്പേഴ്സ്. രണ്ട് നമ്പർ തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഫാക്ടേഴ്സ് ഒക്കെ എഴുതി വെക്കും. രണ്ട് നമ്പറിന്റെ ഫാക്ടേഴ്സ് എഴുതി വെക്കാം. എന്നിട്ടോ പ്രോഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ ഫാക്ടർ, ഈച്ച് കോമൺ പ്രൈം ഫാക്ടർ കേട്ടോ. എന്താ പറയുന്നത്, ഓരോ പ്രൈം ഫാക്ടറിന്റെ സ്മോളസ്റ്റ് പവർ വെച്ചിട്ട് അതിന്റെ പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നതാണ് നമ്മൾ HCF എന്ന് പറയുന്നത്. ഇനി നമുക്ക് LCM എന്താണെന്ന് നോക്കാം. പ്രോഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ ഇൻവോൾവ് ഇൻ ദ നമ്പേഴ്സ്. രണ്ട് നമ്പർ തരികയാണെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് ഒക്കെ എഴുതി വെക്കാം. കേട്ടോ, ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം ഫാക്ടർ, ഓരോ പ്രൈം ഫാക്ടറിന്റെയും ഗ്രേറ്റസ്റ്റ് പവർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതി വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, LCM എന്ന് പറയുന്നത്. ഫോർ എനി ടു പോസിറ്റീവ് ഇൻഡിജേഴ്സ് A and B, രണ്ട് പോസിറ്റീവ് ഇൻഡിജേഴ്സ് A and B തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, A into B equal to HCF of AB into LCM of AB എന്ന് നമുക്ക് പറയാൻ പറ്റും. രണ്ട് നമ്പർ തന്നിട്ടുണ്ട്, എയും ബിയും. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും, A into B എന്നുള്ള വാല്യൂവും HCF of AB യും LCF of AB മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തിന്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയാം. ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിന്റെ LCM and HCF of 6 and 20 അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. എന്താ പറയുന്നത്, LCM ഉം HCF ഉം കാണാനാണ് 6-ന്റെയും 20-ന്റെയും പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 6 ഈക്വൽ ടു 6ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ, 1 into 2 into 3. 1 എഴുതണമെന്നില്ല, 2 into 3 ആണ് നമ്മളുടെ വാല്യൂ. എന്താ 20 നമുക്ക് എങ്ങനെ എഴുതാം, 2 into 2 into 5, 2 into 2 4, 4 into 5 20. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ LCM ഉം HCF ഉം കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം LCM കാണാം. LCM of 620 എന്ന് എഴുതും. എന്താ പറയുന്നത്, LCM എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പവർ ഓഫ് ഓൾ ദ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ എന്താ ഇവിടെ എന്താ 2 into 2, രണ്ട് 2 ഉണ്ട്. അപ്പം 2 square into 5 എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. LCM of 620 ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഏതൊക്കെ പ്രൈം ഫാക്ടേഴ്സ് ആണ്, 2, 3, 5. 2 എടുക്കാം നമുക്ക് ആദ്യം. 2 ആദ്യം നമ്മൾ 2 into 3 into 5 എന്ന് എഴുതി വെക്കാം. എന്നിട്ട് പവേഴ്സ് ആയി എഴുതാം. ഇവിടെ 2⁻1 ആണ്, ഇവിടെ 2⁻2 ആണ്. 2ന്റെ ഹൈസ്റ്റ് പവർ എത്രയാ, 2. ഇവിടെ 3⁻1 ആണ്, 3. ഇവിടെ 3ന്റെ പവർ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, 3⁻1 അവിടുത്തെ ഹൈസ്റ്റ് പവർ. ഇവിടെയോ 5ന്റെ ടേം ഇല്ല, ഇവിടെ 5ന്റെ ടേം 1 ആണ്. അപ്പൊ നമുക്ക് 5⁻1. 2⁻2 എത്രയാ, 4. 4 into 3 12. 12 into 5 equal to 60. ഇനി HCF of 620 എന്ന് പറഞ്ഞാൽ എത്രയാ, സ്മോളസ്റ്റ് പവർ ഓഫ് ദ പ്രൈം ഫാക്ടേഴ്സ് ആണ് നമുക്ക് കാണുന്നത്. ഇവിടെ 2⁻1, ഇവിടെ 2⁻2. അപ്പൊ സ്മോളസ്റ്റ് പവർ എത്രയാ, 2. പിന്നെ ഇവിടെ 3⁻1 ഉം ഇവിടെ 3⁻0. അപ്പൊ നമുക്ക് എന്ത് പറയാം, 3⁻0 ആണ് അവിടുത്തെ സ്മോളസ്റ്റ് പവർ. അപ്പൊ നമ്മൾ എഴുതുന്നില്ല, 3⁻0 പറഞ്ഞാൽ 1 ആണ്, അവിടെ നമ്മൾ എഴുതുന്നില്ല. ഇവിടെ 5ന്റെ ടേം ഇല്ല, അപ്പോൾ ഇവിടെ 5ന്റെ ടേം ഉണ്ട്. ഇവിടെ 5ന്റെ ടേം എത്രയാ, 5⁻1. ഇവിടെ 5ന്റെ ടേം ഇല്ലാത്തതുകൊണ്ട് 5⁻0 എന്ന് പറയാം. അപ്പം നമ്മൾ എഴുതുന്നില്ല. അപ്പം അത്രേ ഉള്ളൂ. LCM ഉം കണ്ടു, HCF ഉം കണ്ടു. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ HCF of 96 and 404 by the prime factorization method, hence find their LCM. എന്താ പറയുന്നത്, പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് 96ന്റെയും 404ന്റെയും HCF കാണാനാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, LCM കാണാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 96നെ നമുക്ക് എന്ത് പറയാം, 32 into 3 എന്ന് പറയാം. പറ്റില്ലേ, 32. 96നെ നമുക്ക് എങ്ങനെ എഴുതാം, 32 into 3 എന്ന് പറയാം. 32 എന്ന് പറഞ്ഞാൽ എത്രയാ, 2⁵5 ആണ്. 2⁵5 equal to 32 ആണ്. അതുകൊണ്ട് 32 into 3 എന്ന് പറയാം. ഇനിയോ 404 നമുക്ക് എന്ത് പറയാം, 2² എന്ന് പറഞ്ഞാൽ 4 ആണ്.
4 into 101. 4 into 101. 101 എന്താ? പ്രൈമാണ്. അപ്പം നമുക്ക് അങ്ങനെ എഴുതാം. 4 നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പം ഇങ്ങനെ കിട്ടി. ഈ HCF കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. HCF എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ എത്രയാ? 2⁻². ഈക്വൽ ടു 4. HCF കിട്ടി. ഞാൻ എന്താ വേണ്ടത്? ഇനി LCM കാണണം. എങ്ങനെ? ഇത് വെച്ചിട്ട് നമ്മൾ LCM കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് പറയാം? A into B ഈക്വൽ ടു LCM ഓഫ് AB into HCF ഓഫ് AB. ഓക്കെ, ഇങ്ങനെ പറയാം. നമുക്ക് HCF കിട്ടിയിട്ടുണ്ട്. നമ്മളോട് LCM കൂടി കാണാനാണ് പറഞ്ഞത്. LCM എന്താ? LCM of 96 404 ഈക്വൽ ടു AB. AB എന്ന് പറഞ്ഞാൽ 96 into 404 ഡിവൈഡഡ് ബൈ എന്താണ്? HCF ആണ്. HCF എന്താ? 2 സ്ക്വയർ. 96 നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു 2⁵5 into 3 into 2⁵2 into 101 whole divided by 2⁵2. 2⁵2യും 2⁵2യും ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ എന്താണ് ഉത്തരം? 96 into 101 ആണ് നമ്മുടെ ഉത്തരം. 96 into 101 എന്ന് പറഞ്ഞാൽ എത്രയാ? 9696 ആണ് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the HCF and LCM of 6, 72 and 120 using the prime factorization method. എന്താ പറഞ്ഞിട്ടുള്ളത്? LCM HCF കാണാൻ. എന്തിന്റെ? 6-ന്റെയും 72-ന്റെയും 120-ന്റെയും. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? 3 നമ്പറാണ് തന്നിട്ടുള്ളത്. A into B into C not equal to HCF of ABC into LCM of ABC. നോട്ട് ഈക്വൽ ടു ആണ്. ശ്രദ്ധിക്കണം, നോട്ട് ഈക്വൽ ടു. 3 നമ്പറിന്റെ പ്രോഡക്റ്റ് ചെയ്തു. അത് HCF ഓഫ് ABCന്റെയും LCM ഓഫ് ABCന്റെയും പ്രോഡക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. 6ന്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 2 into 3 അതാണ് 6. പിന്നെ 72 നമുക്ക് എങ്ങനെ എഴുതാം? 8 into 9 എന്ന് എഴുതാം. 8 എങ്ങനെയാ? 2⁻³ into 3⁻². 2⁻³ പറഞ്ഞാൽ 8. 8 into 9 ആണ് 62. 3⁻². പിന്നെയോ 120 നമുക്ക് എങ്ങനെ എഴുതാം? 24 into 5 എന്ന് എഴുതാം. 24 എന്ന് പറഞ്ഞാൽ എന്താ? 8 into 3. 8 പറഞ്ഞാൽ 2⁻3. 8 into 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 24. 24 into 5 ചെയ്താൽ 120 കിട്ടും. അപ്പോൾ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വഴി നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് എഴുതി. ഇനിയോ HCFും LCMും കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് HCF കാണാം. HCF എന്താ? HCF ഓഫ് 6, 72, 120 അങ്ങനെ എഴുതണം കേട്ടോ. അങ്ങനെ എഴുതാം. എന്തിന്റെ HCF ആണ് കാണുന്നതെന്ന് നമ്മൾ എഴുതാം. HCF എന്ന് പറഞ്ഞാൽ എന്താ? കോമൺ പ്രൈം ഫാക്ടേഴ്സിന്റെ സ്മോളസ്റ്റ് പവറിന്റെ പ്രോഡക്റ്റിനെയാണ് നമ്മൾ HCF എന്ന് പറയുന്നത്. ഇവിടെ കോമൺ പ്രൈം ഫാക്ടർ ഏതാ? 2 ആണ്. അതിന്റെ സ്മോളസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ 2⁻1 ആണ്, ഇവിടെ 2⁻3 ആണ്, ഇവിടെ 2⁻3 ആണ്. അപ്പൊ അതിന്റെ സ്മോളസ്റ്റ് പവർ ഏതാ? 2⁻1 ആണ്. ഇവിടെയോ 3⁻1 ആണ്, ഇവിടെ 3⁻2, ഇവിടെ 3⁻1. അതോ 3⁻1. ഇവിടെ 5ന്റെ ടേം ഇല്ല, ഇവിടെ 5ന്റെ ടേം ഇല്ല, ഇവിടെ 5 ഉണ്ട്. അപ്പൊ നമുക്ക് 5ന്റെ ടേം ഇല്ലാത്ത എഴുതാം. 5⁻0 ആണ് അവിടുത്തെ കോമൺ പ്രൈം ഫാക്ടർ. അപ്പൊ 5⁻0 എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല. അപ്പൊ HCF കിട്ടി. 2⁻1 into 3⁻1 എന്താ? 6. ഇനി LCM ആണ്. 6, 72, 120ന്റെ LCM ആണ് നമുക്ക് കാണേണ്ടത്. LCM എന്ന് പറഞ്ഞാൽ ഓരോ പ്രൈം ഫാക്ടറിന്റെയും ഗ്രേറ്റസ്റ്റ് പവറിന്റെ പ്രോഡക്റ്റിനെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓരോ പ്രൈം ഫാക്ടർ, ഇവിടെ 2 ആണ് ആദ്യത്തെ പ്രൈം ഫാക്ടർ. അതിന്റെ ഗ്രേറ്റസ്റ്റ് പവർ ഏതാ? ഇവിടെ 2⁻1 ആണ്, ഇവിടെ 2⁻3, ഇവിടെ 2⁻3. അപ്പൊ 2⁻3. അടുത്തെന്താ? 3⁻1, 3⁻2, 3⁻3. അപ്പൊ 3⁻2. പിന്നെ 5⁻0, 5⁻0, 5⁻1. അപ്പൊ 5. അപ്പൊ എന്താ? 2⁻3 എത്രയാ? 8 ആണ്.
8 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 5. 8 ഇൻറ്റു 5 എത്രയാ? 40. 40 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ എത്രയാ? 360.